ഹായ് കുഞ്ഞുമക്കളെ, യേശുവിൽ പ്രിയ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സുഖമല്ലേ? നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആക്ഷൻ സോങ്ങിലൂടെയെല്ലാം എങ്ങനെയാണ് കുരിശ് വരക്കേണ്ടതെന്ന് പഠിച്ചല്ലേ? അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരും, നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? വേഗം എഴുന്നേറ്റ് ചാടി എഴുന്നേറ്റ് എല്ലാവരും കൈകുപ്പി പിടിച്ചെന്ന് കണ്ണടച്ചെന്ന്. ഈശോയെ, അങ്ങയുടെ ആത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ആത്മാവാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുകയും നയിക്കുകയും ചെയ്യണമേ. ആമേൻ. അപ്പോൾ എല്ലാവരും ഇരുന്നോളൂ. ഈശോയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണേ നയിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ? ഈശോ നമ്മുടെ ആരാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ? ഈശോ നമ്മുടെ ആരാണെന്നാണ് പഠിച്ചത്. ആരാണ്? ഈശോ നമ്മുടെ കൂട്ടുകാരനാണ്. അപ്പോൾ പഠിച്ചില്ലേ? മുമ്പ് പഠിച്ചിട്ടില്ലേ? കഴിഞ്ഞ പ്രാവശ്യം 6-ാം പാഠത്തിൽ പഠിച്ചല്ലോ. ഈശോ നമ്മുടെ കൂട്ടുകാരനാണെന്നല്ലേ? ആ കൂട്ടുകാരൻ നമുക്കായി നൽകിയിരിക്കുന്ന ഒരു സഹായകനാണ് ആര്? പരിശുദ്ധാത്മാവ്. ആരാണ്? പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു സഹായകനാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാനുള്ള കഴിവ് കിട്ടും അല്ലേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തും ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാവും അല്ലേ? ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കരുതെന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടുണ്ട്. നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണോ? വെറുതെ കേട്ടാൽ പറ്റൂല. നിങ്ങൾ എന്നോടൊപ്പം കളിക്കണം. കളിക്കുമോ? ഞാൻ ആക്ഷൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയാവുന്ന പാട്ടാണ്, നിങ്ങളുടെ ബുക്കിൽ തന്നെയുള്ളതാണ്. നിങ്ങളുടെ ബുക്കിലുള്ള ഒരു പാവനാത്മാവേ ഒരു പാട്ടില്ലേ? ആ പാട്ട് നിങ്ങൾക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. നിങ്ങളത് പഠിക്കണം, നിങ്ങൾ ആക്ഷൻ കാണിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ഷനൊക്കെ കാണിക്കുക കേട്ടോ. ഞാനൊരു ആക്ഷനൊക്കെ കാണിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ അത് കളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആക്ഷൻ ഇടണം. ഞാനിപ്പോൾ കാണിച്ചു എങ്ങനെ പാട്ട് പാടി കേൾപ്പിക്കട്ടെ ഒന്ന്. എങ്ങനെയാണ്? പാവനാത്മാവേ നീ വന്നണയൂ, പരിശുദ്ധ സ്നേഹമായി വന്നണയൂ, അറിവിൻ്റെ നിറവായി നീ വന്നണയൂ, അലിവോടെ ഞങ്ങളിൽ വന്നണയൂ. പാവനാത്മാവേ നീ വന്നണയൂ, പരിശുദ്ധ സ്നേഹമായി വന്നണയൂ, അറിവിൻ്റെ നിറവായി നീ വന്നണയൂ, അലിവോടെ ഞങ്ങളിൽ വന്നണയൂ. എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ഒരു ആക്ഷൻ കാണിക്കണ്ടേ? എങ്ങനെ? പാവനാത്മാവേ നീ വന്നണയൂ, പരിശുദ്ധ സ്നേഹമായി വന്നണയൂ, അറിവിൻ്റെ നിറവായി നീ വന്നണയൂ, അലിവോടെ ഞങ്ങളിൽ വന്നണയൂ. പഠിച്ചാ? അങ്ങോട്ട് പാടാം നമുക്ക്. പാവനാത്മാവേ നീ വന്നണയൂ, പരിശുദ്ധ സ്നേഹമായി വന്നണയൂ, അറിവിൻ്റെ നിറവായി നീ വന്നണയൂ, അലിവോടെ ഞങ്ങളിൽ വന്നണയൂ. അടുത്ത സ്റ്റാൻസ് പഠിക്കണ്ടേ? അടുത്ത സ്റ്റാൻസ് പാടാം. എന്താണ്? പാവനാത്മാവേ നീ വന്നണയൂ, ഞങ്ങളിൽ ജീവനായി വന്നണയൂ, ഉള്ളിൻ്റെ ഉള്ളിൽ നീ വന്നണയൂ, വെള്ളരി പ്രാവായി നീ വന്നണയൂ. അപ്പം അതിനെങ്ങനെ ആക്ഷൻ കാണിക്കും? ഇത് തന്നെ കാണിക്കാം അല്ലേ? പാവനാത്മാവേ നീ വന്നണയൂ, ഉള്ളിൻ്റെ ഉള്ളിൽ നീ വന്നണയൂ. ഒന്നും കൂടി. പാവനാത്മാവേ നീ വന്നണയൂ, ഞങ്ങളിൽ ജീവനായി വന്നണയൂ. എങ്ങനെ ജീവൻ കാണിക്കുക? എങ്ങനെയെങ്കിലും കാണിക്കുക അല്ലേ? എങ്ങനെയാണ് പാവനാത്മാവ് എന്നൊക്കെ പറഞ്ഞേ? പാവനാത്മാവേ നീ വന്നണയൂ, അല്ലെങ്കിൽ ഞങ്ങളിൽ ജീവനായി വന്നണയൂ, ഉള്ളിൻ്റെ ഉള്ളിൽ നീ വന്നണയൂ, വെള്ളരി പ്രാവായി നീ വന്നണയൂ. അപ്പോൾ നിങ്ങൾ ആക്ഷൻസ് ഒക്കെ പഠിച്ചാ? നിങ്ങളൊന്ന് പാടിയൊക്കെ നോക്കണം കേട്ടോ. മമ്മിമാരൊക്കെ കൂട്ടണം, ഒന്ന് സഹായിക്കാനൊക്കെ പറയണം കേട്ടോ. എന്നിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഈ ആത്മാവിൻ്റെ പാട്ട് നിങ്ങൾ പഠിക്കണം. പരിശുദ്ധാത്മാവെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ശക്തിയും നൽകുന്ന ആത്മാവാണെന്ന് നമുക്കറിയാം അല്ലേ?
അത് ലൂക്കായുടെ പുസ്തകത്തിൽ ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് ശക്തി പ്രാപിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു വചനം പഠിക്കാനുണ്ട്. ഈ വചനം നിങ്ങളുടെ ബുക്കിലില്ലാത്തതാണെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു വചനമാണ് ലൂക്ക 1:35. നിങ്ങൾക്ക് പഠിക്കാനുള്ള വചനം ഏതാണ്? ലൂക്ക 3-ാം അധ്യായം 22-ാം വാക്യം അല്ലേ? അത് എന്താണ്? ലൂക്ക 3-ാം അധ്യായം 22-ാം വാക്യം എന്താണ്? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ നിങ്ങളത് പഠിക്കണം. ആ വചനം നിങ്ങൾ പഠിക്കാനുള്ള നിങ്ങളുടെ ബുക്കിലുള്ള വചനമാണ് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. എങ്ങനെയാണ്? ലൂക്ക 3-ാം അധ്യായം 22-ാം വാക്യമാണ്. ഒന്ന് പറഞ്ഞെല്ലാവരും. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. അത് പഠിച്ചല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാമാണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുരിശ് വരക്കാനാണ് പഠിച്ചത് അല്ലേ? കുരിശ് വരക്കാൻ പഠിച്ചപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? എന്തെല്ലാം പറഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിൽ കുരിശ് വരക്കാൻ പഠിച്ചപ്പോൾ നമ്മൾ നെറ്റിയിൽ കുരിശ് വരക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ ബുദ്ധി, ചിന്ത, ആലോചന എല്ലാ കാര്യങ്ങളും ദൈവികമാവും അല്ലേ? അതായത് നമ്മൾ ദൈവ വിചാരത്തോടെ നമ്മൾ ചെയ്യും അല്ലേ? നെറ്റിയിൽ കുരിശ് വരക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത് അല്ലേ? നമ്മൾ അതരത്തിൽ കുരിശ് വരക്കുമ്പോൾ എന്താണെന്നാണ് പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു ആക്ഷൻ സോങ്ങിലൂടെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? എന്താണ് പറ, ഇങ്ങനെ മിണ്ടാതിരുന്നാലും അങ്ങനെ പറ. ആക്ഷൻ സോങ്ങിലൂടെ എന്താ പഠിച്ചത് നിങ്ങൾ? അതരത്തിൽ കുരിശ് വരക്കുന്ന പോലെ ശരിയാണ്. നല്ലത് പറയാനായിട്ട് നിങ്ങൾക്ക് കൃപ കിട്ടും അല്ലേ? എന്ത് പറ്റും? നല്ലത് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ നെറ്റിയിൽ കുരിശ് വരക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ചിന്തകളും ഭാവനകളും നമ്മൾ ദൈവികം, അതായത് നല്ല ചിന്തകൾ വരും, നല്ല ഭാവനകൾ വരും, നമ്മളുടെ ആലോചനകൾ, നമ്മൾ ബുദ്ധിപരമായിട്ട് നമ്മൾ നന്നായി ചിന്തിക്കും. അതരത്തിൽ കുരിശ് വരക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? നല്ലത് പറയുവാൻ. നല്ലതെന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നല്ല വാക്കുകൾ പറയും. ചിലവർ പറയും എനിക്ക് നല്ലത് പറയണമെന്ന് വിചാരിക്കും, പക്ഷെ എനിക്ക് പറയാൻ സാധിക്കുകയില്ല എന്ന് ചിലവർ പറയും അല്ലേ? അപ്പോൾ നമുക്ക് നല്ലത് പറയുവാനുള്ള കൃപ കിട്ടും അതരത്തിൽ കുരിശ് വരക്കുമ്പോൾ. പിന്നെ നമ്മൾ ഹൃദയത്തിൽ കുരിശ് വരക്കുമ്പോൾ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ട്? ആരെങ്കിലും പറഞ്ഞ ഒരാൾ? പറ ഷോൺ, പറഞ്ഞേ. എങ്ങനെയാണ്? അതരത്തിൽ കുരിശ് വരക്കുമ്പോൾ അതരത്തിൽ കുരിശ് വരക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിർമ്മലമാകും, നൈർമല്യമുള്ളതാകും അല്ലേ? നമ്മൾ ആക്ഷൻസുകളോട് എന്തെല്ലാം പഠിച്ചത് മറന്നു പോകരുത് നിങ്ങൾ. നമ്മൾ ഹൃദയത്തിൽ വരക്കുമ്പോൾ നമ്മളുടെ ഹൃദയം നൈർമല്യമുള്ളതായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണമാണ് ലഭിക്കുന്നത് അല്ലേ? നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ ഒരു സംരക്ഷണം ലഭിക്കും. അപ്പോൾ നമ്മൾ ആ കുരിശ് വരക്കലൊന്നും കൂടി എല്ലാവരോടും എൻ്റെ ഒപ്പം വരച്ച് എല്ലാവരും കൈ പിടിച്ച് ഇങ്ങനെ പിടിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെയാണ്? ഇങ്ങനെയല്ല, കൈ ഇങ്ങനെ പിടിക്കണം. ഇച്ചിരി പ്രയാസപ്പെടും അല്ലേ? ഇങ്ങനെ പിടിക്കണം. ഇടത്തെ കൈ ഇങ്ങനെ വെക്കണം. ഒന്ന് വരച്ച് എല്ലാവരും എൻ്റെ ഒപ്പം വരച്ച് എല്ലാവരും എഴുന്നേറ്റിന്ന് വലത്തെ കൈ ഇങ്ങനെ പിടിച്ച് ഇടത്തേക്ക് നെഞ്ചോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് വരയിലുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്? ചിന്ത, ഭാവന, ആലോചന, അത് ദൈവികമാകും. ആദരത്തിൽ കുരിശ് വരക്കുന്നത് വഴി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നല്ലത് സംസാരിക്കാൻ, ദൈവികമായ കാര്യങ്ങൾ സംസാരിക്കാൻ, അല്ലെങ്കിൽ നല്ല ചിന്തകൾ സംസാരിക്കാൻ നമ്മളുടെ വായിൽ നിന്ന് അത് നല്ല സംസാരം വരും. ഹൃദയത്തിൽ എന്തുവരും? ഹൃദയത്തിൽ കുറിച്ച് വരക്കുമ്പോൾ എന്താ വരുന്നത്? നമ്മുടെ മനസ്സ് നൈർമല്യമുള്ളതാകും. നമ്മൾ അങ്ങനെ നല്ല നൈർമല്യമുള്ള മനസ്സോടുകൂടി നമ്മൾ ജീവിക്കാൻ സാധിക്കും. പിതാവിനും പുത്രനും വരുമ്പോൾ എന്താ പറയുന്നത്? പിതാവിനും പറയുമ്പോൾ അത് നമുക്ക് വിശുദ്ധ കുരിശിൻ്റെ, നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കും. നിങ്ങൾ മറന്നു പോകാതിരിക്കാനാണ് വീണ്ടും 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 പറയുന്നത്. അപ്പോൾ നമ്മൾ മറന്നു പോകരുത്. ഈ വിശുദ്ധ കുരിശിനാൽ ഒരു കുരിശ്, അതായത് ഈശോ വീണ്ടെടുത്ത ആ വിശുദ്ധ കുരിശിൻ്റെ യോഗ്യതയാൽ നമ്മൾ രക്ഷിക്കപ്പെടും. നമ്മൾ ആ വിശുദ്ധ കുരിശിനെ നിസ്സാരമായിട്ട് കാണരുത്. നമ്മളിപ്പോൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി നമ്മൾ കുരിശ് വരക്കണം. അപ്പം നമ്മളൊരിക്കലും ഇങ്ങനെയിട്ടുള്ള കാഴ്ചയൊന്നും കാണിക്കില്ല. മനസ്സിലായല്ല? അപ്പോൾ നിങ്ങൾ കുരിശ് വരക്കാൻ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. ഈ പാഠത്തിൽ ഞാൻ ഒന്നും കൂടി റിവിഷൻ ചെയ്തു. പിന്നെ നമ്മളെന്ത് ചെയ്ത്? പാട്ട് പഠിച്ചല്ലേ? പാവനാത്മാവേ പന്നണയോ പഠിച്ചില്ലേ? ആ പാട്ട് പഠിച്ചു. പിന്നെ എന്ത് പറയണം?
ലൂക്കായുടെ പുസ്തകം എത്രാം അധ്യായമാണ്? 3-ാം അധ്യായം 22-ാം വാക്യം അല്ലേ? എന്താണ്? പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു അല്ലേ? പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഇറങ്ങി വന്നു എന്ന് നമ്മൾ പഠിച്ചല്ലേ? അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ച്, നന്നായിട്ട് കുരിശ് വരക്കാൻ പഠിച്ച്, വചനം പഠിച്ച്. അപ്പോൾ മറ്റൊരു വചനം കൂടി പറഞ്ഞായിരുന്നു ഞാൻ, അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പഠിക്കാം. ലൂക്ക 1-ാം അധ്യായം 35-ാം വാക്യം. എന്താണ്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും, അത്യുന്നതൻ്റെ ശക്തി അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വരും അല്ലേ? ആ വചനം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ തെളിയിക്കുന്നതാണ് അല്ലേ? ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തെറ്റിയാള ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൽ സ്വരം കേൾക്കാൻ സാധിക്കും. നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. നമ്മളുടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒരിക്കലും നിർവീര്യമാക്കരുത്. നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക, നമ്മളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യുക. എല്ലാ കാര്യത്തിനും മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, കുരിശ് വരക്കുക, പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതാണ്. വചനം പഠിക്കുക. വചനം പഠിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് ഉയർച്ച കിട്ടും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ടീച്ചർമാരെയൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ ടീച്ചർമാർ നിങ്ങളെ വിളിക്കും. അപ്പോൾ നിങ്ങൾ വചനം പറഞ്ഞു കൊടുക്കുക, കുരിശ് വരച്ച് കാണിച്ചു കൊടുക്കുക അല്ലേ? അപ്പോൾ നിങ്ങൾ കൂടുതൽ വചനമൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ടീച്ചർമാർക്ക് സന്തോഷമാണ്, നല്ല കൊച്ചാണല്ലോ എന്നൊക്കെ പറയും അല്ലേ? അങ്ങനെ നമുക്ക് വചനമൊക്കെ കൂടുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് സമ്മാനങ്ങളൊക്കെ വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറേ വചനം പഠിക്കാൻ പറ്റും, കുറേ സമ്മാനമൊക്കെ കിട്ടും അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഒന്ന് എന്തായാലും കണ്ണൂട്ടി കൈകുപ്പി നിന്നേന്ന് എഴുന്നേറ്റ് നിന്ന് കൈകുപ്പി നിന്നേ. ഈശോയെ, അങ്ങയുടെ വചനം പഠിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച ദൈവമേ, അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നും അങ്ങയുടെ കൂടെ ആയിരിക്കാൻ ഞങ്ങളെ അനുവദിക്കണേ. ആമേൻ.